നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അവളെ വെറുക്കാൻ കഴിയില്ല. അതാണല്ലോ കണ്ടൊരുത്തന്റെ കൂടെ ഒളിച്ചോടി കുറെ നാള് ജീവിച്ച ശേഷം തിരിച്ചു വന്ന ഭാര്യയെ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിച്ചത്. നാണമില്ലാത്ത മനുഷ്യൻ. മീനാക്ഷി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോ ആരുടെ മെന്റൽ കൺട്രോൾ പോവും. ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ മൈഥിലിയ. ഇവിടെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റും. ഇല്ലെങ്കിൽ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും. കേട്ടില്ലേ, അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ദേവി. എപ്പോഴതൊക്കെ തീരുക? അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിനിടയില് മൂന്നാമതൊരാൾ കടന്നുകൂടിയിട്ടുണ്ട്. അതാ ഈ പ്രശ്നം. ആ മൂന്നാമതൊരാൾ കാരണം ഒത്തിരി വിഷമിച്ചതാ കാർത്തിക് മീനാക്ഷി. കാർത്തിക്കിന് ഭ്രാന്ത് പോലെ വരികയും ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കി അവളെ ഇവിടുന്ന് ഒഴിവാക്കി കൂടെ ദേവി അവന്. ഇവിടുന്ന് താൽക്കാലികമായിട്ട് അവളെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ നിന്ന് അവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കണമെങ്കിൽ അവള് വിചാരിക്കണ്ടേ ജയേട്ടാ? എന്താ ദേവി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ ഒഴിവാക്കണമെങ്കിൽ എന്താ ഇത്ര പ്രയാസം? ഇവിടെ ഉള്ളവരെല്ലാം ഇത്രയ്ക്ക് വിഡ്ഢികളാണോ? അവൻ കാട്ടിക്കൂട്ടിയ വഴിവിട്ട ജീവിതത്തിന്റെ എല്ലാ തെളിവുകളും കോർട്ടിൽ സബ്മിറ്റ് ചെയ്താ പോരെ? സെക്കൻഡുകൾക്കുള്ളിൽ അവന് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടും. ശരിയാണ് ജയേട്ടാ. കാർത്തിമോന് പേടി കുട്ടിയെ കോടതി അമ്മയ്ക്കൊപ്പം വിടുവെന്നാ. കോടതി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം കുട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയവളാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു പെണ്ണ് കാരണം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ മോള് തന്നെയാ, മീനാക്ഷി. അവൾ ഒത്തിരി കരഞ്ഞതും വിഷമിച്ചതുവാ. ഇനി എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ ദേവി. ജേട്ടൻ വിഷമിക്കാതെ. എന്തൊക്കെയായാലും കാർത്തി ഒരു ദുഷ്ടനൊന്നും അല്ലല്ലോ. വളരെ നല്ല മനസ്സിന്റെ ഉടമയല്ലേ, സഹാനുഭൂതിയുള്ളവനല്ലേ. സഹാനുഭൂതി, ആ വാക്ക് പറയരുത് ദേവി. ഞാൻ അകപ്പെട്ടു പോയതും അതേ സഹാനുഭൂതി എന്ന വികാരത്തില. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിയ ആ തെറ്റ് ഒരു വലിയ ചതിയുടെ ആരംഭമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദേവി. പെട്ടുപോയതാ ഞാൻ, പെടുത്തിയതാ എന്നെ. അക്കാര്യം പറഞ്ഞ് വേദനിക്കരുത് ചേട്ടാ. ചില ചതികളിൽ നമ്മൾ ചെന്ന് പെടുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടി തന്നെയാ. പറ്റിപ്പോകുന്ന ചില തെറ്റുകൾ ഭാവിയിലെ വലിയ ശരികളായി മാറ്റാനാ. എന്റെ ഉറക്കമില്ലാത്ത രാത്രികളും ഞാൻ ഒഴുക്കിയ കണ്ണീരും അതിന് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ കോമ്പൻസേഷനാ എന്റെ മോൾ മീനാക്ഷി. കരഞ്ഞു തകർന്നവരാരെയും ദൈവം ചിരിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ജേട്ടൻ വിഷമിക്കരുത്. ജേട്ടൻ ചെയ്തത് തെറ്റല്ല. പ്രസവിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നത് ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. അത് നിറവേറ്റാൻ ദൈവം മാധുരിയെ കൊണ്ടുവന്നു. ജേട്ടൻ ഒരു കുറ്റബോധവും വേണ്ട. ജേട്ടനോട് നന്ദി പറയേണ്ടത് ഞാനല്ലേ. എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്ക. ഈ ദേഷ്യം ഒന്ന് മാറ്റണമല്ലോ.
ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എന്തായാലും ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്തൊരു ഭംഗിയാ. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനസ്സും 2 ശരീരമുള്ള മനുഷ്യർ. അവരൊന്നാ. അവര് തമ്മില് സൗന്ദര്യ പിണക്കങ്ങളുണ്ടാവും. ആ പിണക്കങ്ങളെ കുറിച്ച് പറയുന്നത് പ്രണയകലഹമെന്ന. പ്രണയകലഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ 2 മങ്കികളാവും. ആ മങ്കികൾ പരസ്പരം പിച്ചുക മാന്തുകയൊക്കെ ചെയ്യും. നല്ല കുടുംബജീവിതത്തിനിടയിൽ ഇത്തരം കുരങ്ങ് കളികൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഏത് പ്രണയകലഹമാണെങ്കിലും 5 മിനിറ്റിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്തരം സൗന്ദര്യ പിണക്കങ്ങളിൽ ആരെങ്കിലും ഒരാള് ക്ഷമിക്കണമെന്ന അതിന്റെ ഒരു രീതി. ഈഗോ ഉള്ളവര് ഇത്തരം വഴക്കുകൾ നീട്ടിക്കൊണ്ടുപോകും. ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അല്ല ACP. ACP അല്ല, ഏട്ടൻ. അല്ല ഏട്ടാ, ഇങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ മനസ്സ് വേദനിക്കാറില്ലേ? യെസ്, മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷേ ആ പിണക്കം കഴിഞ്ഞുള്ള പ്രണയത്തിന്റെ മധുരം ഓർക്കുമ്പോ ആ വേദന ഒരു പ്രശ്നമില്ലാതെയാവും. എനിക്ക് നീയും നിനക്ക് ഞാനും ഒന്ന് ചിന്തിച്ചാ മതി. പിന്നെ എന്ത് പിണക്കം? ദേവി, ദേ അത് കണ്ടോ, ഒരു അത്ഭുതം. അത് അത്ഭുതമല്ല, അതാണ് ജീവിതം. അതാണ് നമ്മുടെ മക്കൾ. വാ ചേട്ടാ. അല്ല, ചാറ്റൽ മഴയായിരുന്നോ? അല്ല, പെട്ടെന്ന് തോർന്നോണ്ട് ചോദിച്ചതാ. എന്താ അമ്മ ചോദിക്കുന്നേ? മഴയോ? എപ്പോ? നിങ്ങളുടെ വഴക്ക് ഒരു ചാറ്റൽ മഴ പോലെ ആയിരുന്നു എന്നാ ദേവി ചോദിച്ചത്. ആ. ഓരോരോ ചെറിയ കാര്യങ്ങളിൽ വഴക്കില്ലെങ്കിൽ ലൈഫ് വല്ലാതെ ബോറടിക്കില്ലേ വല്യമ്മാവ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.